ഡോക്ടർ തോമസ് ഐസക് റീലോഡഡ് ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. വലിയ ആരോപണം എന്താണ്? MSC കുത്തക കമ്പനിയാണ്. MSC അല്ലാതെ വേറെ ഒരു കപ്പൽ കമ്പനികളെയും നമ്മുടെ പോർട്ടിൽ പ്രവേശിപ്പിക്കില്ല. അതുകൊണ്ട് അവരെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കണം. ഇത്തരം ആരോപണങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ കഥകൾ മെനയുന്നതിന് മുമ്പ് വസ്തുതകളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. അറിഞ്ഞുകൂടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ വിളിച്ചു ചോദിച്ചാലും അവർ പറഞ്ഞു തരും. നമ്മുടെ ഇവിടെ പൂർണ്ണ ലിസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പൂർണ്ണമായി എടുക്കാൻ സമയം കിട്ടുന്നില്ല. അല്ലെങ്കിൽ പൂർണ്ണമായി 2024 ജൂലൈ 11 മുതൽ തന്നെ തിരയാമായിരുന്നു. എന്റെ തെരച്ചിലിൽ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്നത് 5ഓളം കമ്പനികൾ, MSC അല്ലാത്ത 5ഓളം കമ്പനികൾ ഇവിടെ കപ്പൽ കൊണ്ടുവന്നു കഴിഞ്ഞു. തെഹമ യമൻ ബേസ്ഡ് ആണ്. യമൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി തെഹമ. ഫാർ ഷിപ്പിംഗ് ലൈൻസ് ചൈന. GFS ഗ്ലോബൽ ഫീഡർഷിപ്സ്, അവരുടെ ഇവിടെ ഏജൻസി വരെയുണ്ട്. MBK എക്സ്പ്രസ് ഫീഡർ ഗ്രൂപ്പ്, സഫീർ. ഇത്രയും കമ്പനികൾ, MSC അല്ലാത്ത കമ്പനികൾ ഇവിടെ കപ്പൽ കൊണ്ടുവന്നു. ഇവിടെ നിന്ന് കണ്ടെയ്നർ എടുത്ത് മറ്റ് രാജ്യങ്ങളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് MSC കുത്തകയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്? ഇത്തരം ദുരാരോപണങ്ങൾ അവർക്ക് നിങ്ങൾ പറയുന്നതിനൊന്നും മറുപടി പറയാൻ നേരമില്ലാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ അവർ പലരെയും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമായിരുന്നു. കാരണം എന്താണ്? കഷ്ടപ്പെട്ട് 56 വർഷത്തെ ചരിത്രമുണ്ട് ഈ തുറമുഖത്തിന്. 56 വർഷത്തെ ചരിത്രമുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് ഒരു കപ്പൽ വാടകയ്ക്കെടുത്ത് അതിൽ നിന്ന് വളർത്തി 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 വലുതാക്കിയെടുത്തതിന് പിന്നിലുള്ള കഷ്ടപ്പാട് നിങ്ങൾക്കറിയില്ല. ശ്രീ ജിയാൻ ലൂയിജി അപ്പോണ്ടെ, പേര് പറയുന്നത് ശരിയാണോ എന്നറിയില്ല, ഇറ്റലിക്കാരനാണ്. അത് ഇടയ്ക്ക് പരിപാടി ഉപേക്ഷിച്ചതാണ്. ഞാൻ ഇടയ്ക്ക് ചരിത്രം വായിച്ചപ്പോൾ കപ്പൽ പരിപാടി ഉപേക്ഷിച്ചു. പിന്നെയും തുടങ്ങേണ്ടി വന്ന ഒരു ഘട്ടമുണ്ടായി. അപ്പോ ഒരു സംരംഭകൻ അദ്ദേഹം കടന്നു വരുന്ന കഷ്ടപ്പാടുകളുടെ കഥകളൊന്നും ആരും അന്വേഷിക്കാറില്ല. വലുതായി വലിയ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി കഴിയുമ്പോൾ അവരൊക്കെ കുത്തക, നമുക്ക് വളരെ എളുപ്പത്തിൽ വിളിക്കാമല്ലോ. അങ്ങനെ കുത്തകയാണെങ്കിൽ ഇവിടുത്തെ CPM ആണ് ഏറ്റവും വലിയ കുത്തക. അപ്പൊ അങ്ങനെയുള്ള കമ്പനികൾ, ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ. 1970 ആദ്യത്തെ ഷിപ്പ്, ഒരു വാടകയ്ക്കെടുത്ത ഷിപ്പാണ്. കപ്പലിന്റെ പേര് പെട്രീഷ്യ. യൂസ്ഡ് കാർഗോ ഷിപ്പ്. ആദ്യത്തത് ഇറ്റലിയിലെ നേപ്പിൾസിൽ നിന്ന് നമ്മുടെ സൊമാലിയ വരെ കാർഗോയും പാസഞ്ചേഴ്സിനെയും കൊണ്ടുവരുന്നതായിരുന്നു തുടക്കം. അവിടെ നിന്നാണ് ഇന്ന് 1005 1010 കപ്പലുകളിൽ എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചരിത്രം പറയുമ്പോൾ നമ്മുടെ തുറമുഖത്ത് MSC അല്ലാത്ത മെർസ്കിന്റെ കപ്പൽ വന്നത് എല്ലാവർക്കും അറിയാം. അതിന് പുറമെ ഇത്രയും കപ്പലുകൾ കൂടി വന്ന് എന്നുള്ള വിവരം നാളിത് വരെ പറഞ്ഞില്ല. ഇപ്പൊ പറയേണ്ട സാഹചര്യം വന്നതുകൊണ്ട് പറയുകയാണ്. ഇവർ ഈ പറയുന്നതെല്ലാം ഫീഡർ വെസലുകളാണ്. നേരത്തെ പറഞ്ഞ 5ഓളം കമ്പനികൾ, അതിൽ കൂടുതലുണ്ട്, ഫീഡർ വെസലുകളാണ്. എന്താണ് കാരണം? ഇവിടെ നമ്മുടെ മിഡിൽ ഈസ്റ്റ്, ഏഷ്യൻ റീജിയൻ ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഗ്രോത്താണ്. കണ്ടെയ്നറൈസേഷന്റെ ഒരു വലിയ ഗ്രോത്തിലൂടെ കടന്നു പോവുകയാണ്. ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആൻഡ് മിഡിൽ ഈസ്റ്റ് സോ ദ സ്ട്രോങ്സ്റ്റ് എക്സ്പോർട്ട് ഗ്രോത്ത്, ഫിനിഷിംഗ് 9% ഹയർ ദാൻ 2024. 9%. സാധാരണ എല്ലാം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ 2%, 3%ആണ് വളർച്ച. ഇവിടെ 9% ഈ മേഖലയിൽ ഉണ്ടായ വളർച്ച. ആ വളർച്ചയുടെ ചുവട് പിടിച്ച് എന്തുകൊണ്ട് നമുക്കൊരു കപ്പൽപ്പടയെ രൂപപ്പെടുത്തിക്കൂടാ? MSC ഈ സമയത്ത് നമ്മൾ ഗവൺമെന്റ് ഈ നിർദ്ദേശം വെച്ചാൽ തിരസ്കരിക്കാൻ കഴിയില്ല. MSCക്ക് തിരസ്കരിക്കാൻ കഴിയാത്തൊരു പ്രപ്പോസലാണ് സെയിലിംഗ് കമന്ററി ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. ഡോക്ടർ തോമസ് ഐസക് ചോദ്യം ഉന്നയിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ, തോമസ് ഐസക് റീലോഡഡ്. എന്ത് പ്രയോജനമാണ് കേരളത്തിന് ഈ പദ്ധതി കൊണ്ട്, ഈ ഓഹരി കൈമാറ്റം കൊണ്ട് ഉണ്ടായതെന്ന് ചോദിച്ചില്ലേ? ഒരു പുതിയ നേട്ടം, കേരളത്തിനുണ്ടാകാൻ പോകുന്ന ഒരു നേട്ടം അവതരിപ്പിക്കുകയാണ്. നമുക്ക് എന്തായാലും അദാനി ഗ്രൂപ്പ് 57 ലക്ഷം എന്നുള്ള അവരുടെ ചുമതല നിർവഹിക്കുമ്പോൾ നമുക്കതിൽ നമ്മുടെ സ്വപ്നം ഒതുക്കാൻ കഴിയില്ല.
നമ്മൾ ട്രിവാൻഡ്രം ഓഫ് ഷോർ പ്രൊജക്ട് ടോപ്പ് ലോകത്തിൽ 1ാം സ്ഥാനത്ത് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് 2ാം സ്ഥാനം വേണ്ട, നമുക്ക് 1ാം സ്ഥാനം തന്നെ വേണം. അതിന് ഇന്ന് നിലവിലുള്ള ബ്രേക്ക് വാട്ടറിന്റെ പടിഞ്ഞാറോട്ട് വീണ്ടും ഓഫ് ഷോർ പോർട്ട് പ്രൊജക്ട്. അപ്പൊ അതിന് നമുക്ക് ടോപ്പ് എന്ന് പേരിടാം. ട്രിവാൻഡ്രം ഓഫ് ഷോർ പ്രൊജക്ട്. എന്താണ് കപ്പൽപ്പട? ഈ പറയുന്ന 5 കമ്പനികൾ തെഹമ, ഫാർ, GFS, എക്സ്പ്രസ് ഫീഡർ, സഫീൻ. അതുപോലെ കേരള ഗവൺമെന്റ് ഒരു ഫീഡർ വെസൽ, ഞങ്ങൾക്കൊരു ഫീഡർ വെസലുണ്ട്. ഞങ്ങളുടെ ഫീഡർ വെസലും MSC കരാറായിട്ട് എടുക്കണം. യാതൊരു സംശയമില്ല. ഇപ്പൊ ആ നിർദ്ദേശം വെച്ചാൽ MSC 2 കൈ നീട്ടി സ്വീകരിക്കും. എന്താണ് ജോലി? MSCയുടെ സബ് കോൺട്രാക്ട്. MSCക്ക് വേണ്ടി നമ്മുടെ ഒരു കപ്പൽ, ആദ്യത്തെ കപ്പലിന്റെ പേര് ടോപ്പ് ട്രിവാൻഡ്രം. എന്താണ്? ടോപ്പ് ട്രിവാൻഡ്രം. അങ്ങനെയുള്ള ഒരു കപ്പൽ. അപ്പൊ അതിനു വേണ്ടി വരുന്ന എത്രയാണ്? 500-1000 TU. ചെറുതാണ്, നമ്മുടെ ചെറിയ കപ്പൽ. നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങാം. 500-1000 TU കപ്പൽ. ഇപ്പോ അതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ യൂസ്ഡ് ആണെങ്കിൽ, സെക്കൻഡ് ഹാൻഡ് എന്ന് നമുക്ക് പറയാം, 70-100 കോടി രൂപയുണ്ടെങ്കിൽ അത്തരം ഒരു ചെറിയ കപ്പൽ വാങ്ങാം. ഇനി അതല്ല, ഫ്രഷ് തന്നെ വേണം, പുതു തന്നെ, ബ്രാൻഡ് ന്യൂ വേണമെന്നുണ്ടെങ്കിൽ 200-300 കോടി രൂപയാണ്. ഇതൊക്കെ പറയാനും വാങ്ങാനും ഓടിക്കാനും ഒക്കെ ആളുകൾ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. വേണമെങ്കിൽ അവരെയൊക്കെ പരിചയപ്പെടുത്താം. അങ്ങനെ നമ്മൾ ഒരു ചെറിയ കപ്പൽ വാങ്ങി പേരിടുന്നുണ്ടല്ലോ. പേരിടൽ കർമ്മമൊക്കെ നടത്തി. ഇപ്പോൾ വളരെ അനുകൂലമാണ്. കബട്ടാഷ് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. വലിയ വമ്പൻ കപ്പലുകൾക്ക് MSC കപ്പൽ, മേഴ്സ്ക് കപ്പൽ, CMA CGM കപ്പൽ, ഹപ്പാക് ലോയിഡ് എല്ലാവർക്കും ചരക്കും കൊണ്ട് TRVയിൽ വരാം. പക്ഷേ ഈ കബട്ടാഷ് ഇളവ് എടുത്തു കളഞ്ഞാൽ ഇന്ത്യൻ ഫ്ലാഗ്ഡ് വെസൽ വേണം ഇവിടെ നിന്ന് ഇന്ത്യയിലെ കോസ്റ്റൽ ഷിപ്പിംഗ് നടത്താൻ. അങ്ങനെ ഒരു വലിയ അനുകൂല സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുള്ളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടോപ്പ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു ചെറിയ ഫീഡർ വെസൽ MSCയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയാൽ ഈ കപ്പൽ വാങ്ങാൻ ആർക്ക് വേണമെങ്കിലും പൈസ മുടക്കാം. 70, 100, 200, 300 കോടി രൂപ റേസ് ചെയ്ത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ, പൂർണ്ണമായും സ്വകാര്യമല്ല, ഗവൺമെന്റ് എങ്കിൽ മാത്രമാണ് MSC ഈ കരാർ ഈൽഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു കപ്പൽ ഓടിച്ച് നമ്മൾ ഈ ഗതാഗതം ഒക്കെ നടത്തി വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് അതിനകത്ത് ജോലിക്കെടുക്കാം, ഇന്റേൺഷിപ്പിനെടുക്കാം, ട്രെയിനിങ് കൊടുക്കാം. ഇതെല്ലാം ഒരു ഷിപ്പിംഗ് കൾച്ചർ നമ്മുടെ സമൂഹത്തിൽ വളർത്താൻ ഇത് സഹായിക്കും. ടോപ്പ് ട്രിവാൻഡ്രം സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് കൊല്ലം, ടോപ്പ് പത്തനംതിട്ട, ടോപ്പ് ആലപ്പുഴ, ടോപ്പ് ഇടുക്കി, ടോപ്പ് കോട്ടയം, അങ്ങനെ 14 കപ്പലുകളെ കൂടി നമുക്ക് ക്രമേണ നീറ്റിലിറക്കും. എന്താണ് അതിന്റെ സാധ്യത? ഇപ്പൊ തന്നെ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട മുണ്ട്ര, JNPT, മാംഗ്ലൂർ, തൂത്തുക്കുടി, കാട്ടുപള്ളി, വിശാഖപട്ടണം, പാരദ്വീപ്, ഹാൽദിയ, കൽക്കട്ട തുടങ്ങിയ ഇന്ത്യൻ പോർട്ടുകളുണ്ട്. അതുകൂടാതെ ചിറ്റഗോങ്, മൗറീഷ്യസ്, സീഷൽസ്, ജിബൂട്ടി, ടാൻസാനിയ, കെനിയ, മൊസാംബിക്, കിങ് അബ്ദുള്ള, ജദ്ദ, സലാല, കോർഫക്കാൻ, ഫുജേറ തുടങ്ങി ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. ഇവിടെ എല്ലാ ഫീഡർ വെസലുകളാണ് പോകുന്നത്. മൗറീഷ്യസ് ദ്വീപിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഈ ഇതിന്റെ ദൗത്യം ഞങ്ങളുടെ 14 കപ്പലുകൾ നിർവഹിക്കാം. അപ്പോഴേക്കും ചരക്കൊക്കെ വളരെ കൂടി. ഇപ്പോഴുള്ള പറഞ്ഞല്ലോ 9% ഗ്രോത്ത് 2024 നിന്ന് 25 ഉണ്ടെന്ന് പറയുന്നത്. ഇഫ് യു യൂസ് അൺടാഡ്സ് 2.7% CAGR, compounded annual growth rate for container trade 2025-29 and assume similar to 2040. 118.5 കോടി 2030 ആകും. 2024 18.5 ആയിരുന്നെങ്കിൽ 2030 അത് 22 കോടി, 2040 28-30 കോടി. ഇങ്ങനെയുള്ള ഒരു വലിയ സാധ്യത, മാർക്കറ്റ് സാധ്യത നമുക്ക് MSCയുമായി ചേർന്ന് പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഈ പുതിയ സാധ്യത, ഈ പുതിയ വളർച്ചയുടെ സാധ്യത നമുക്ക് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൽ നിക്ഷേപിക്കാൻ ലഭിക്കാതെ പോയ അവസരം, ട്രിവാൻഡ്രം ഓഫ് ഷോർ പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ കപ്പലുകൾ ഒരു പ്രോജക്റ്റാണ്. അതുപോലെ നിരവധി പ്രോജക്റ്റുകൾ ഇനി നമുക്ക് വരും. ഈവൻ ക്രൂയിസ് വെസൽ പോലും നമുക്കിടാം. ഇതുപോലുള്ള ഫീഡർ ഷിപ്പുകൾ ഓടുന്ന പ്രദേശങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് ക്രൂയിസ് വെസൽ നമ്മൾ ഒരിക്കലും MSCയുമായിട്ട് മത്സരിക്കാനില്ല. MSCക്ക് കോംപ്ലിമെന്ററി ആയിട്ട് അവരെ സഹായിക്കുന്ന തരത്തിൽ അവർ തന്നെ നൽകുന്ന സബ് കോൺട്രാക്റ്റുകൾ എടുത്തുകൊണ്ട്
കടൽ മേഖലയിൽ നമ്മളൊരു പുതിയ സംസ്കാരം രൂപപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ചോദ്യമാണ്. ഈ കരാറിലൂടെ കേരളത്തിന് എന്താണ് നേട്ടം? കേരളം കടലിലോട്ട് പതുക്കെ 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 കടന്നു വരാൻ ഒരു അവസരം കൈവരുന്നതാണ് ഈ കരാർ. MSC ഒരു കപ്പലിൽ നിന്ന് 1500, 1010 കപ്പൽ എടുക്കാൻ 56 വർഷമെടുത്തെങ്കിൽ കേരളം 50 വർഷം, 100 വർഷത്തേക്ക് ചുവടുറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. കാറ്റും കോളും നിറഞ്ഞ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തെ അതിജീവിച്ച് കേരളത്തിലെ ചെറുപ്പക്കാർ, ഭാവി തലമുറ നമ്മുടെ കടൽ വളരെ ഗംഭീരമായി ഉപയോഗപ്പെടുത്തും എന്നുള്ളതിന്റെ സൂചനയാണ് ഈ കരാറിലൂടെ ഞങ്ങൾക്ക് തോന്നുന്നത്.